നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രമേ ടീച്ചർക്ക് കഴിയൂ. അതുകൊണ്ടാണല്ലോ ടീച്ചർ എന്നും എവിടെയും കബളിപ്പിക്കപ്പെട്ടു പോകുന്നു. സ്വന്തം ചോര പരസ്പരം തിരിച്ചറിയുക തന്നെ ചെയ്യും. ആരോട് ചോദിച്ചിട്ടാണോ താൻ എന്റെ മുറി കയറിയത്? എന്റെ ബാഗിലിരുന്ന ഫോട്ടോ മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചതല്ല കുഞ്ഞെ. മോഷ്ടിച്ചതല്ലാതെ പിന്നെ എന്റെ ബാഗിലിരുന്ന ഫോട്ടോ എങ്ങനെ തന്റെ കയ്യിൽ വന്നു? അയ്യോ കുഞ്ഞെ, ഒരു ദിവസം സ്നേഹമോളും ഞാനും കൂടെ മുറി ചെന്നപ്പോ ഫിലിപ്പോസിന് തറയിൽ കിടന്ന് കിട്ടിയതാ. എന്ന് വെച്ച് അതും പൊക്കി പിടിച്ച് നാട് മുഴുവൻ പാട്ടുപാടി നടക്കണോ? ഞാൻ അതുകൊണ്ട് മിണ്ടി പോകരുത്. താൻ ചെയ്ത കള്ളത്തരത്തിന് ബലിയാടായത് ഞാനാടോ? അതുമൂലം എന്ത് നഷ്ടങ്ങളാണ് എന്റെ ജീവിതത്തിലുണ്ടായെന്ന് തനിക്കറിയാമോ? ആ ഫോട്ടോ നിമിത്തം കുഞ്ഞിന്റെ ജീവിതം തകർന്നോ? അതേടോ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. കാരക്കുഞ്ഞെ, ഞാൻ കടക്കടോ പുറത്ത്. ഇനി മേലെ പടി ചവിട്ടരുത്. ഇറങ്ങ വന്നിരിക്കുന്നു. ഇറങ്ങണോ? പോവാൻ ഇന്നിവിടെ നിൽക്കുകയാണെങ്കിൽ അവൾ എന്നെ പച്ചക്ക് പിടിച്ച് തിന്നും. എന്താടേ? എന്റെ ബാഗിലിരുന്ന ഫോട്ടോ മോഷ്ടിച്ചത് അവനാണ് മമ്മി. ഇനി മേലല്ല അവനെ വീട്ടിൽ കയറ്റരുത്. അമ്മേ, ഞാൻ വന്നിട്ട് കുറെ നേരമായി. അമ്മയെ ഉണർത്തേണ്ടെന്ന് കരുതിയതാ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമല്ലേ? മരിക്കും മുമ്പ് ആദ്യം എഴുതിയ കത്ത് വായിച്ച അമ്മയ്ക്കെന്നല്ല ആർക്കായാലും എന്നോട് ദേഷ്യം ഉണ്ടാവും. പക്ഷേ സത്യം എന്താണെന്ന് അമ്മയെങ്കിലും അറിയണം. രാധയെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന കരുതിയത്. പക്ഷെ അവൾ എന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവളിങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. എന്ന് എല്ലായിടത്തും തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടൊരു ജന്മം എന്റേത്. പക്ഷേ എന്റെ മനസ്സ് മാത്രം ആരും അറിയാൻ ശ്രമിക്കുന്നില്ലല്ലോ. അമ്മയ്ക്കറിയോ? എന്നും നമ്മുടെ കുടുംബത്തിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ആരും അത് മനസ്സിലാക്കിയില്ല, അമ്മ പോലും. ധനപാലൻ ഇനിയും എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാരും പോയില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്കായില്ലേ? അപ്പൊ ഞാനും ഒറ്റപ്പെട്ടു പോയില്ലേ അമ്മേ? എനിക്കിനി ആരാ ഉള്ളത്? അച്ഛനും അമ്മയും നേരത്തെ പോയി. ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന അവളും പോയില്ലേ? അതിന് ഉത്തരവാദി നീ തന്നെയല്ലേ? എന്റെ മോൾ, അവൾ എത്ര അനുഭവിച്ചു. അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ താളത്തിന് മാത്രം തുള്ളി ഒരു പാവമായിരുന്നില്ലേ അവൾ? നിനക്ക് വേണ്ടി ഈ പെറ്റമ്മയെ പോലും തള്ളിപ്പറയാൻ മനസ്സ് കാട്ടിയവളല്ലേ അവള്? എന്നിട്ടും നീ അവളെ... അമ്മേ, ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ എന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തെറ്റാന്നല്ലാന്ന് എനിക്കറിയാം. ധനപാലൻ പിന്നെയും സ്വയം ന്യായീകരിക്കുകയാണ് അല്ലേ? എന്തിനാ എന്റെ മുമ്പിൽ നീ വെറുതെ ഇങ്ങനെ? ധനപാലൻ പൊയ്ക്കോളൂ. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും. പൊയ്ക്കൊള്ളാം അമ്മേ, ഞാൻ പൊയ്ക്കൊള്ളാം. സത്യം എന്താണെന്ന് കാലം തെളിക്കട്ടെ. രേണയുടെ കാര്യത്തിലും അതിനല്ല സംഭവിച്ചത്. രാധികയുടെ കാര്യത്തിലും ഒരിക്കലും അമ്മയ്ക്കത് ബോധ്യമാകും. അതെനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതല്ലേ? എന്റെ മോൾ എല്ലാം എഴുതി വെച്ചിട്ടല്ലേ പോയത്? അതിൽ കൂടുതൽ ഇനി എന്ത് ബോധ്യപ്പെടാനാ? ശരിയാ രാധിക, ആ കത്തിൽ എഴുതിയതൊക്കെ ശരിയാ. ഞാൻ അവളോട് പരുഷമായി പെരുമാറി. വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു, ഉപദ്രവിച്ചു. പക്ഷെ അത് എന്തിനു വേണ്ടിയാണെന്ന് അമ്മയ്ക്കറിയോ? അമ്മേ? ധനവാൻ ആരുടെയും സ്വത്തൊന്നും വേണ്ട, ഒരു ചില്ലി കാശ് പോലും വേണ്ട. അനുഭവിക്കാൻ ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത ഞാൻ
ഈ സ്വത്തൊക്കെ വാരി കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ അമ്മേ? ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അമ്മേ. അതെന്താണെന്ന് അമ്മയ്ക്കറിയോ? നമ്മുടെ തറവാട് അന്യാധീനപ്പെട്ടു പോകരുത് മാത്രം. അതുകൊണ്ട് മാത്രമാണ് രാധികയോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ആ തറവാട്ടിൽ കേവലം ഒരു മരുമകനെ പോലെയല്ല, മകനെ പോലെയാണ് ഞാൻ നിലകൊണ്ടത്. അച്ഛന്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ണ് അർഹതയില്ലാത്ത അന്യയുടെ കൈകൾ ചെന്ന് പെടുന്ന ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ധനപാലനൊരു ധനമോഹി ആയതുകൊണ്ടല്ലമ്മേ. അമ്മയ്ക്ക് എന്നും എന്നോട് വെറുപ്പായിരുന്നു, എന്നെ തീരെ വിശ്വാസവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാധിയെ നിർബന്ധിച്ചത്, അവളോട് കയർത്തത്. പക്ഷേ അതിങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. അമ്മയ്ക്കറിയോ, അമ്മ ആർക്കോ എഴുതി വെച്ചിട്ട് പോലും ആ തറവാട്ട് വളപ്പിലെ അസ്ഥിത്തറകളിൽ ഞാൻ എന്നും വിളക്ക് വെക്കാറുണ്ട്. ഒന്നല്ല 3 തിരികൾ. അച്ഛനും രേണുകയ്ക്കും പിന്നെ എന്റെ രാധികയ്ക്കും. എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ അമ്മേ. അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ആ തറവാട്ട് നമ്മൾ ഒരുമിച്ച്. നമുക്ക് രണ്ടാൾക്കും ഈ ലോകത്തിന് ആരുമില്ലല്ലോ അമ്മേ. അമ്മ ഞാൻ സംരക്ഷിച്ചോളാം, എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല ധനപാല, എനിക്കിനി അതിന് കഴിയില്ല. എന്റെ മക്കളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ ഒരു രാത്രി പോലും എനിക്കിനി കഴിയാൻ പറ്റില്ല. എങ്കിൽ അമ്മയ്ക്കിനി എന്റെ വീട്ടിൽ വന്നൂടെ? അറിയാതെയാണെങ്കിലും ഞാൻ കാരണം അമ്മയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് വിഷമമുണ്ടാകും. അമ്മ ആലോചിക്കേ. ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. നമ്മുടെ കാഴ്ചപ്പാടുകൾ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല ടീച്ചർ. ടീച്ചർ ഒരു പാവ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രമേ ടീച്ചർക്ക് കഴിയൂ. അതുകൊണ്ടാണല്ലോ ടീച്ചർ എന്നും എവിടെയും കബളിപ്പിക്കപ്പെട്ടു പോകുന്നതും. ശരിയായിരിക്കാം, അതാണല്ലോ ഞാനീ അനുഭവിക്കുന്നതും. പക്ഷേ ധനപാലന്റെ ഇപ്പോഴത്തെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് മറുത്തൊന്നും ചിന്തിക്കാനും കഴിയുന്നില്ല മാഡം. അവൻ പറയുന്നതിലും കാര്യമുള്ളതുപോലെ. ഒരുപക്ഷെ ടീച്ചറുടെ വിശ്വാസം ശരിയായിരിക്കാം, അയാൾക്ക് മാനസാന്തരം ഉണ്ടായിരിക്കാം. പക്ഷേ ധനപാലിനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്ന് കരുതി ടീച്ചർ അയാളെ വിശ്വസിക്കണ്ട എന്നല്ല. അയാൾ ടീച്ചറുടെ മരുമകനാണല്ലോ. ഇത്രയും കാലം സംശയിച്ച ഒരു കേസിൽ നിരപരാധിയുമാണ്. ഞാൻ പറയുന്നത് മാഡം തെറ്റിദ്ധരിച്ചോ എന്ന്? ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ, എനിക്ക് ധാരണകൾ മാത്രമേ ഉള്ളൂ. അനുഭവങ്ങൾ കൊണ്ടാകാം. ആരെയും അന്ധമായി വിശ്വസിക്കാൻ എനിക്കിപ്പോ കഴിയാറില്ല. ധനപാലൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവനോടൊപ്പം പോയി താമസിക്കാനൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല മാഡം. അഥവാ ടീച്ചർ അങ്ങനെ ഉദ്ദേശിച്ച തന്നെയും വിലക്കാൻ എനിക്ക് അധികാരമില്ലല്ലോ. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാഡത്തിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഞാൻ ഇന്നോളം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ടീച്ചർ, മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയാവരുത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും ആവരുത്. നന്നായി ചിന്തിച്ചുറച്ചവയാകണം. ശ്യാമിന്റെ സംശയങ്ങൾക്ക് എന്നും പ്രസക്തി ഉണ്ടായിരുന്നു മോളെ.
എൻ്റെ ജൂനിയറായിരുന്ന കാലം മുതൽക്കേ ശ്യാമിനെ എനിക്ക് നന്നായി അറിയാം. എല്ലാവരും നിസ്സാരങ്ങളെന്ന് കരുതി തള്ളിക്കളയുമായിരുന്ന പല സംഭവങ്ങളെയും കേസിന് അനുകൂലമാകും വിധം മാറ്റാനുള്ള ശ്യാമിൻ്റെ കഴിവാണ് വിവാദമായ പല കേസിലും പപ്പയെ സഹായിച്ചിട്ടുള്ളത്. ആ കൂർമ്മ ബുദ്ധിയും അന്വേഷണത്വരയുമാണ് ശ്യാമിനെ അതിപ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നേറെ ഭയപ്പെടുന്നത്. ശ്യാമിനെല്ലാം അറിയാം. എന്നിട്ടും അറിയില്ലെന്ന് നടിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. എല്ലാം അറിഞ്ഞിട്ടും അയാളിൽ നിന്ന് ഞാൻ എല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന് അയാൾ ഒരു നാൾ അറിഞ്ഞാൽ, അയാളെ പിന്നെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും മോളെ? അത് ഓർക്കുമ്പോഴാണ് പപ്പയ്ക്ക് സങ്കടം. ശ്യാം എനിക്ക് എൻ്റെ മോനെ പോലെയാണ്, നീ എൻ്റെ മകളും. പപ്പയുടെ അവസ്ഥ എനിക്കറിയാഞ്ഞിട്ടല്ല പപ്പ. ആ ഫിലിപ്പോസ് ആണ് എല്ലാത്തിനും കാരണം. സത്യത്തെ ഒരിക്കലും മൂടി വയ്ക്കാനാകില്ലല്ലോ മോളെ. പുറത്തേക്ക് വരാനുള്ള അതിൻ്റെ വിങ്ങലിൽ പലതും കാരണഭൂതങ്ങളാകുന്നതേ ഉള്ളൂ. അത് പ്രപഞ്ചശക്തിയുടെ കൈകടത്തലാണ്. ആരൊക്കെ എന്നതൊക്കെ പറഞ്ഞാലും സ്നേഹശ്യാമിൻ്റെ മകളാണ്. രണ്ടും ഒരേ ചോരയും. നമ്മൾ എത്ര കാലം ഒളിച്ചു വെച്ചാലും സ്വന്തം ചോര പരസ്പരം തിരിച്ചറിയുക തന്നെ ചെയ്യും. അന്നേ മറ്റുള്ളവരെല്ലാം അന്യരായി പോകുമ്പോളെ. നീ തന്നെ പറഞ്ഞല്ലേ അന്ന് ബീച്ചിൽ വെച്ച് സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങിയ ടീച്ചറെ എട്ടും പൊട്ടും തിരിയാത്ത സ്നേഹമോള് ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയെന്ന്. അവിടെ അമ്മയുടെ ശേഷക്രിയയ്ക്ക് യാദർശികമായിട്ടാണെങ്കിലും സ്നേഹമോള് ചെന്നെത്തിയത്. നമ്മൾ കരുക്കൾ മാത്രമാണ് ക്ലാരെ. കളിക്കുന്നവൻ അങ്ങ് മോളില, സാക്ഷാൽ ഈശ്വരൻ. ശ്യാമിനോടില്ലെങ്കിലും ആ ടീച്ചറോടെങ്കിലും നീ ഒരല്പ അനുഭാവം കാണിക്കണം മോളെ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ആ സ്ത്രീക്ക് സ്നേഹമോളുടെ സാമീപ്യം കൊണ്ടൊരല്പം ആശ്വാസം കിട്ടുന്നെങ്കിൽ അതൊരു അനുഗ്രഹമല്ലേ? എൻ്റെ മോളുടെ മേൽ ദൈവകോപം വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയെങ്കിലും നീ അവരെ ചെന്ന് കാണണം. എൻ്റെ മോള് പോകുമോ? ഞാൻ പോകാം പപ്പ.